സുമേഷേ വലത് ഷോൾഡർ ചരിച്ചൊരു പോസ് നീ. ചേട്ടാ ഇതോ? ഓ കൊള്ളാം കൊള്ളാം. നൈസ് 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 അല്ലേ? വേറെ മാസ്റ്റർ പീസ് ആയിട്ടുണ്ട്. ആ നൈസ് നൈസ് നൈസ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്. സുമേ എടാ നീ പോയില്ലേ? എടാ അവരെല്ലാം ഓഡിറ്റോറിയത്തിൽ പോയി. വാ എടി ഫോട്ടോ എടുത്തിട്ട് പോട്ടെ, 2-3 സ്റ്റിൽ എടുക്കാണ്ട്. എടാ നീ ഫോട്ടോ ഒക്കെ പിന്നെടുക്കാൻ അളിയുടെ ഫോട്ടോ എടുക്കാൻ എനിക്കില്ല. ചേട്ടാ എന്നെ വെളുപ്പിച്ച് കാണിക്കണം. എന്നെ ഇറുക്കാതെ ചിരിക്കട്ടോ എല്ലാവരും നന്നായിട്ട് ചിരിക്കി. അങ്ങ് ഇക്കളാക്കരുത്, നാണക്കേടാണ്. ഇത് ഫോട്ടോ ഇത് ഫ്രെയിം ചെയ്ത് തരുന്ന സാധനമാണ്. ഡീസന്റ് അടിക്ക്. ഇക്കളൊന്നും പറ്റില്ല. ആ ചിരിച്ചോട്ടോ. സിംഗിൾ എടുക്കട്ടെ. നിനക്ക് ഞാൻ ഒരു ഉമ്മാനൊരു ഫോട്ടോ എടുക്കാം. ചേട്ടാ കിട്ടിയോ അത്? അത് വേണ്ടായിരുന്നു. അത് മതി. അല്ല ഞാൻ എന്റെ എടുത്ത് എന്റെ കല്യാണം ഇല്ലേ? ചെറുക്കാൻ നിന്റെ കല്യാണം മുടങ്ങണം. ആ വേണ്ട, ഇനി പോയി റെഡിയാകും. ഞാൻ ഹെയർ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വരാം. എന്നിട്ട് ഇറങ്ങ്. ആ കണ്ണാ ചെറുക്ക അവിടെ അകത്ത് കണ്ണാ ഫൗണ്ടേഷൻ എല്ലാം ഒലിച്ചു പോയി. എടി ഇറങ്ങി വാടി, സമയം പോകുന്നേ. എടി മുഹൂർത്തത്തിന് സമയം എളുപ്പം വരാൻ. റെഡി ആവണ്ടേ? വാ എളുപ്പമാ, കല്യാണല്ലേ. സുമേ എങ്ങനെയുണ്ടോ? അടിപൊളി, വാ പെട്ടെന്ന് വാ പോവാം. ശിവേട്ടൻ എങ്ങനെയുണ്ട്? ശിവേട്ടൻ സൂപ്പർ. സമയം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കല്യാണം ഇവന്റെ ആണെങ്കിലേ കാണാൻ നമ്മളെ ഭംഗി വാങ്ങിക്കൊണ്ട് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോ പോ. എന്താണ് നീ ടെൻഷൻ? കല്യാണം ടെൻഷൻ ഒന്നും വേണ്ട. മുഹൂർത്തം തെറ്റി കഴിഞ്ഞാലേ നടക്കില്ല കല്യാണം. അതാ നടക്കൂല. സെൽഫി ഒന്നും വേണ്ട, നമ്മളെ മാത്രം മതി. നിങ്ങളോ? അല്ലേ എടുത്തോ എടുത്തോ എടുത്തോ. ശരി തിരിച്ചേ. എല്ലാരും ഉണ്ടാണ്. എല്ലാരും ഉണ്ട്. ഒരു സെൽഫി കൂടെ സെൽഫി കൂടെ ഇടടാ. മതി. വേണ്ട വേണ്ട, മക്കള് അച്ഛന്റെ അമ്മയുടെ കൂടെ ഇരുന്നത്. ഇങ്ങനെ ചെറുക്കാ, നീ അവന്റെ മുണ്ടാക്ക പോകടി. നീ അവന്റെ നമ്മളോട് അവ ഇരിക്കുന്നേ ഇരിക്കട്ടെ, കുഴപ്പമില്ല. എന്റെ കല്യാണം കൊണ്ടാ തൊലയില്ലടാ, നീ കാണാ അങ്ങോട്ട്. വേണ്ട വേണ്ട, മക്കള് ബാക്കി കയറ്. കേക്ക് കാണാ. പുറകെ കയറാ. അവൻ കേറട്ടെ, കുഴപ്പമില്ലെന്ന് എന്റെ കൂടെ. നീ കേടെ ഒന്ന്, നീ ചുമ്മാ നീ അങ്ങനെ പറ്റൂല. എടാ ചെറുക്ക, അവന്റെ കല്യാണം കൊണ്ട് ചീത്താവും. നീ ഇങ്ങോട്ട് പോ. നീ വരണോണ്ടാ? നീ നമ്മളവിടെ വരണോണ്ടാ? ഫ്രണ്ട് ഇതിലേക്ക് വരൂലേ? അപ്പൊ നീ ഇവിടെ വരണ്ട, ഇങ്ങോട്ട് വാ. നീ കയറി. അല്ല അവൻ ഫ്രണ്ടിൽ കേറട്ടെ. നീ അങ്ങോട്ട് കല്യാണത്തിന് പോകും. ഫ്രണ്ട് കയറണ്ട. പപ്പടമൊക്കെ ഉണ്ട്. ഇവിടെ നിന്നേ, നമ്മള് പോവേണേ. പിള്ളേർക്ക് ഇത്ര വാശി പാടില്ല. മാ ഷെയ്ഡ് കുറഞ്ഞു. എഴുന്നേറ്റോ? കല്യാണം കഴിഞ്ഞ? കല്യാണം കഴിഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചത് നിന്റെ അച്ഛനെ. അതല്ല, സുമേഷാമന്റെ കല്യാണം കഴിഞ്ഞാന്ന്. സുമേഷാമന്റെ കല്യാണം കഴിഞ്ഞോന്നു? നിനക്ക് എന്താണ് പറ്റിയേ? സുമേഷാമന്റെ കല്യാണത്തിലേ അച്ഛൻ എന്നെ കൊണ്ടുപോയില്ല. നീ സ്കൂള് വിട്ട് വന്ന് നേരെ കിടന്ന് ഉറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ച ഇതുപോലത്തെ സ്വപ്നങ്ങളൊക്കെ കണ്ടോണ്ടേ ഇരുന്നേക്കത്തോളന്ന്. സ്വപ്നായിരുന്നല്ലേ? സ്വപ്നായിരുന്നു. എന്തായാലും വലിയ മലയാളിനെ കൂട്ടാതെ ഇവിടുന്ന് കല്യാണത്തിന് ആരും പോത്തില്ല കേട്ടോ. ഇനി എഴുന്നേറ്റ് പോയി കുളിച്ചിട്ട് വല്ലവരുന്ന് പഠിക്കാൻ നോക്ക്. പോ. നീ പഠിക്കണ്ട. എന്നാ നിനക്കും കൂടെ 2 കല്യാണം ആലോചിക്കട്ടെ. വലിയ പരീക്ഷയാണ് വരുന്നത്. എഴുന്നേറ്റ് പോ. കൊച്ചു പിള്ളേർക്കൊന്നും വലിയ പരീക്ഷ ഇല്ല. നീ കൊച്ചുവായിൽ വലിയ വർത്താനം പറയാൻ നിൽക്കില്ലേ? ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങണ. കല്യാണം പെണ്ണ് കണ്ടിട്ടില്ല, അപ്പോഴാണ് കല്യാണം. പോ പോ, പോയി കുളിച്ച് പഠിക്കാൻ നോക്കുമല്ലോ. പഠിക്കണ്ട. കൊട്ട് വാങ്ങും. പോ. ഈ തലയാണ് ആരും നേരെ വെക്കും. ബെഡ്ഷീറ്റും അങ്ങനെ എട്ടാണോ കണക്ക് എല്ലാം. പെണ്ണെ, എന്റെ ഭദ്രയുടെ വീട്ടിൽ നിന്ന് വിളിച്ചോ?
ഇല്ല ശിവേട്ടാ, ഞാൻ വിളിച്ചിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ വിളിച്ചിട്ടില്ല തിരിച്ച്. വിളിച്ചിട്ടില്ല. അവരൊന്ന് ആലോചിക്കണമല്ലോ അല്ലേ? അതാണ് അവര് ആലോചിച്ചു തുടങ്ങി. എന്നിട്ടോ നമ്മളെ ബാബുക്കുട്ടയില്ലേ പോലീസുകാരെ എന്റെ സ്റ്റേഷനിലുള്ള, അവന്റെ ബന്ധുക്കളെന്തോ ആണ്. ഷോ, അപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലേ? എളുപ്പം തന്നെ അവരറിഞ്ഞു. എടി ഈ ചെറുക്കന്റെ സ്വഭാവം അവിടെ ഉള്ള എല്ലാവർക്കും അറിയണം എന്റെ സ്റ്റേഷനിൽ. കുഴപ്പമായാ? കുഴപ്പമെന്ന് വെച്ചാൽ അവൻ വിളിച്ചിട്ട് പറയില്ലേ, ഇതുപോലത്തെ വേലത്തിൽ ഇറക്കിയോണ്ട് എന്റെ കുടുംബത്തിലോട്ട് വരല്ലേ. അയ്യേ നാണക്കേട്. ഇനി എന്ത് ചെയ്യും? നടക്കത്തില്ലായിരിക്കൂ? നടക്കും. നടക്കൂല അല്ലേ? എല്ലായിടത്തും വെച്ചേക്കാണ്. ഞാൻ വിചാരിച്ച അതെന്തായാലും ഉറക്കുമല്ലോ, അപ്പൊ പിന്നെ കല്യാണം ബ്രൈഡൽ വർക്ക് എനിക്ക് തന്നെ കിട്ടുമല്ലോ എന്ന്. അങ്ങനെ കല്യാണത്തിന് ബ്രൈഡൽ വർക്ക് നീ തന്നെ ചെയ്യത്തില്ല. എടുത്ത് വെച്ചേരെ. നല്ല കൊച്ചായിരുന്നു ശിവേട്ടാ. നീ പിള്ളേർ വരുമല്ലോ, അതിനെല്ലാം ഉപയോഗിക്കാം. എന്നാലും ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു വർക്കല്ലായിരുന്നു. വർക്കല്ല, കല്യാണാലോചന. ഇത് മാത്രമല്ല എന്റെ മനസ്സിലിപ്പോ. ഇവിടെ ആരെയും കേട്ടല്ലേ വർക്കെന്ന് എടുത്ത് പറയണം കേട്ടാ. നീ തന്നെ കൊണ്ടുവന്നോ, കുഴപ്പമില്ല. ഞാൻ ഇനി എവിടുന്ന് കൊണ്ടുവരാനാ? ഇത് എങ്ങാണ്ടോ ഞാൻ ബ്രൈഡൽ വർക്കിന് പോയപ്പോ അറിഞ്ഞതാണ്. ആ കൊച്ചിനെ കാണാനാണെങ്കിൽ നല്ല പൊന്നു പോലത്തെ കൊച്ച്. ഇവനെ യോഗമില്ല, എന്തോ ചെയ്യാൻ പറ്റും.